ഹേ സിനിമ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. ആദ്യത്തെ അപ്ഡേറ്റ് നമ്മുടെ വിജയിനെ പറ്റിയാണ്. വിജയ്ക്ക് അങ്ങനെ ഒരു 1.5 കോടി തുക അങ്ങനെ പിഴയായിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മുടെ പുലി എന്ന സിനിമയുടെ ഒരു വരുമാനം അദ്ദേഹം മറച്ചു വെച്ചു എന്നൊരു കേസാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ ജനനായകനെ പറ്റി പറയുകയാണ്. ജനനായകൻ ഈ മാസം റിലീസ് ചെയ്യാൻ കൂടുതൽ ചാൻസ് ഉണ്ട്. കാരണം അവർ ആ കേസ് പിൻവലിച്ച് കുറച്ച് കട്ടൊക്കെ ചെയ്ത് വീണ്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 19-20 ഒരു റൂമേഴ്സൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലെ പേജുകളിലൊക്കെ വരുന്നുണ്ട്. ഉറപ്പില്ല, എന്തായാലും ഒഫീഷ്യൽ അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇന്നലെ ഫെബ്രുവരി 6 റിലീസ് ചെയ്യേണ്ട ചിത്രമായിരുന്നല്ലോ നമ്മുടെ ഉദയനാണ് താരം. സിനിമ അങ്ങനെ വീണ്ടും മാറ്റി വെച്ചിട്ടുണ്ട്. പുതുക്കിയ തീയതി എന്തായാലും അറിയിക്കുന്നതായിരിക്കും. നിവിൻപോളിയുടെ ബേബികൾ എന്ന ചിത്രം അങ്ങനെ പെട്ടെന്ന് തന്നെ നമ്മുടെ OTT എത്തുകയാണ്. ഈ വരുന്ന ഫെബ്രുവരി 12 നമ്മുടെ സോണി ലീവ് എന്ന പ്ലാറ്റ്ഫോമിൽ കൂടെയാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂക്ക കോമ്പോയിൽ വരുന്ന ചിത്രമാണല്ലോ പദയാത്ര. സിനിമയിൽ നമ്മുടെ മമ്മൂക്ക ഒരു ഡോക്ടറിൻ്റെ വേഷമാണ് അഭിനയിക്കുമെന്ന റിപ്പോർട്ടുകളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അദ്ദേഹം വീണ്ടും ഒരു വെറൈറ്റി റോൾ തന്നെ ചെയ്യുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ മമ്മൂക്കയുടെ ഡോക്ടർ വേഷത്തിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. തരുൺ മൂർത്തി ലാലേട്ടൻ കോമ്പോയിൽ വരുന്ന ചിത്രമാണല്ലോ L366. സിനിമയുടെ ഒരു ഷൂട്ടിംഗ് അപ്ഡേറ്റ്. സിനിമയുടെ ഏകദേശം ഒരു 15 ദിവസത്തെ ഷൂട്ടിംഗ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഒരു ബ്രേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും സിനിമയുടെ മറ്റ് അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ആസിഫ് അലിയുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഡിക്കി ടാഗ് അടിച്ച ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ടീച്ചറും വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. കഥാപാത്രത്തിൻ്റെ പേര് ജോൺ ഡെൻവർ. ഒരു കിടിലം പേര് തന്നെയാണ്. നമ്മുടെ ടീച്ചർ ചെറുതായിട്ട് നമ്മുടെ ആസിഫ് അലി ഇത് പറ്റിച്ചായിരുന്നു. കാരണം ടീച്ചർ പറഞ്ഞിരിക്കുന്നത് വീണ്ടും ഓരോ വർഷം ഒരു ടീച്ചർ ഇറക്കാൻ എനിക്ക് പ്രാന്താണോ എന്നാണ് ആസിഫ് അലി അതിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു വെറൈറ്റി സംഭവം തന്നെയായിരുന്നു. എന്തായാലും ആ വീഡിയോയിൽ പറയുന്നതനുസരിച്ച് ടീച്ചറും ട്രെയിലറൊക്കെ ഇനി ഇറങ്ങുന്ന ഡൗട്ടാണ്. ഡയറക്റ്റായിട്ട് സിനിമ റിലീസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ടിക്കറ്റ് ആക്കട്ടെ. മറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. കാട്ടാളൻ എന്ന സിനിമ അങ്ങനെ മെയ് 14 റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ റിലീസ് തീയതി മാറ്റിയെന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അവരുടെ സോഷ്യൽ മീഡിയയിലൂടെ അവരൊരു വീഡിയോ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. സിനിമയുടെ കുറച്ച് റിയൽ ഇൻസിഡൻറ്റ്, അതായത് ആനയും ആനക്കൊമ്പായിട്ടുള്ള ഒരു റിയൽ ഇൻസിഡൻസ് കുറച്ച് വാർത്തകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ മെയ് 14 തന്നെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം യാതൊരു മാറ്റം തന്നെ ഇല്ലെന്നാണ് റിലീസ് ഡേറ്റിന്. പിന്നെ നമ്മുടെ ഷാജി പാപ്പൻ്റെ കേസ് പറയുകയാണെങ്കിൽ സിനിമയുടെ നമ്മുടെ ആട് 3യുടെ ഒരു പാസ്റ്റ് ലുക്കാണ് വന്നിരിക്കുന്നത്. ഇതിനു മുന്നേ ഇനി വരാൻ പോണത് നമ്മുടെ ഷാജി പാപ്പൻ്റെ ലുക്കൊക്കെയാണ്. അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ സിനിമയുടെ ഈ ലുക്കൊക്കെ എല്ലാവരും വരുന്നതായിരിക്കും. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മുടെ ഓൾറെഡി കണ്ട ഇതൊക്കെ തന്നെയാണെങ്കിൽ പോലും നമുക്ക് എന്തായാലും അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.